ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, പൂജയുടെ അവധി ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് നാളത്തേക്കുള്ള ടിക്കറ്റാണ് ഇന്ന് വരുന്നത് RB 580805, RB 580806, RB 580807, RB 580808, RB 580809 എന്നിങ്ങനെ 6 എണ്ണം വെച്ചുള്ള 5 സെറ്റും, RM 3358 10, RM 3358 11, RM 3358 12, RM 3358 13, RM 3358 14 എന്നിങ്ങനെ 6 എണ്ണം വെച്ചുള്ള 5 സെറ്റും, RB 757095, RB 757096, RB 757097, RB 757098, RB 757099 എന്നിങ്ങനെ 6 എണ്ണം വെച്ചുള്ള 5 സെറ്റും, RK 548205, RK 548206, RK 548207, RK 548208, RK 548209 എന്നിങ്ങനെ 6 എണ്ണം വെച്ചുള്ള 5 സെറ്റുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ പ്രഡിക്റ്റ് ചെയ്ത ആൾക്ക് നമ്മൾ സമ്മാനത്തുക അയച്ചു കൊടുത്തിട്ടുണ്ട്. നാളെ പുള്ളി 179 രൂപയ്ക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. 500 രൂപ അയച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഒറ്റ ഇതിൽ തന്നെ പുള്ളിയുടെ ഇത് ലാഭത്തിലായിട്ടുണ്ട്. പുള്ളിക്ക് ആ സബ്സ്ക്രിപ്ഷൻ്റെ പൈസ 180 രൂപ തിരിച്ച് കിട്ടി, 320 അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം മറ്റന്നാൾ വരുന്നത് ഓണം ബമ്പറാണ്. ഓണം ബമ്പറിൽ വരുമ്പം അടിക്കുന്നതിൻ്റെ 2% ഞാൻ പറഞ്ഞിരുന്നത്. എല്ലാവർക്കും കൂടെ കൊടുപ്പ് പ്രാക്ടിക്കലല്ല എന്നാണ് തോന്നുന്നത്. നമുക്കിപ്പോൾ തന്നെ 70-80ഓളം പേരായിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നമുക്കത് 5-10 പേരെ സെലക്ട് ചെയ്തിട്ട് ആ തുക പിരിച്ചു കൊടുക്കുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് തോന്നുന്നു. 100 പേർക്ക് സ്പ്ലിറ്റ് ചെയ്യുക ഭയങ്കര പാടായിരിക്കും. അത്രയും പേരുടെ നമ്പർ വാങ്ങിച്ച് ഗൂഗിൾ പേ ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായോടെ നിങ്ങൾ കമൻറ്റ് ചെയ്തേരെ. അത് നമുക്കിപ്പോൾ വലിയ എമൗണ്ട് കിട്ടണമെന്നില്ല, ചെറിയ എമൗണ്ട് ആയാലും ഉള്ളത് 10 പേർക്ക് ആയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ തീരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം നോക്കുക, നിങ്ങളുടെ അഭിപ്രായം മാനിക്കണമല്ലോ. നിങ്ങൾ എനിക്ക് വേണ്ടി പൈസ മുടക്കി ചെയ്തതല്ലേ. അപ്പം നിങ്ങളുടെ അഭിപ്രായോടെ പറ, നമുക്ക് എന്തായാലും നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ഇത് കൂടാതെ നമ്മൾ പുതിയ ഒരു 9 നമ്പറൂടെ ബമ്പറിൽ ഇറക്കിയിട്ടുണ്ട്. ബമ്പറിൽ ഒരു സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സെറ്റ് എടുത്തിട്ടില്ലായിരുന്നു. ആറ്റിങ്ങൽ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോ ഭയങ്കര വിളിയല്ല മെസ്സേജ് ആയിരുന്നു. അപ്പം പുള്ളിക്ക് വേണ്ടി നമ്മൾ ആറ്റിങ്ങിലെ സെയിം ടിക്കറ്റ് 8 എണ്ണം എടുത്തിട്ടുണ്ട്. TL 191508 8 ടിക്കറ്റ് സെയിം നമ്മൾ എടുത്തിട്ടുണ്ട്. TL 191508, TK 191508, TJ 191508, TH 191508, TG 191508, TE 191508, TD 191508, TC 191508. പിന്നെ ഒരു ആറ്റിങ്ങലിൽ തന്നെ നമ്പറാണ്, വേറൊരു നമ്പറുടെ നമ്മൾ എടുത്തിട്ടുണ്ട്. എൻ്റെ മോളെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ബർത്ത്ഡേക്ക് മോളെ കൊണ്ട് എടുപ്പിച്ചൊരു നമ്പറാണ്. TE 548072 എന്ന നമ്പറുണ്ട്. അത് ആറ്റിങ്ങലെ നമ്പറാണ്. ആ നമ്പരും എടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തം നമ്മുടെ 79 ടിക്കറ്റായി. നമ്മൾ മറ്റന്നാളാണ് നമ്മുടെ ബമ്പർ എടുപ്പ് വരുന്നത്. അപ്പം നാളെ 3-ാം തീയതി, നാളെയോ മറ്റന്നാൾ രാവിലെയോ നമ്മൾ ബാക്കി ടിക്കറ്റൂടെ എടുത്ത് തീർക്കണം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പൈസ അടച്ച കസ്റ്റമർക്ക് എങ്ങനെ പൈസ തരുന്നതെന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ അയച്ചിട്ടേരെ. ഞാൻ ഇത്രയും പേർക്ക് എന്തായാലും ഒരുമിച്ച് ഭയങ്കര പാടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ 10 പേർക്കോ കിട്ടുന്ന എമൗണ്ടിനനുസരിച്ച് 10 പേർക്കകത്തോ നിർത്തുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. എനിക്കത് എത്രയും പേരുടെ നമ്പർ കളക്ട് ചെയ്ത് ഇത്രയും പേർക്ക് അയച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ എമൗണ്ടും വലുതായിട്ട് കാണത്തില്ല. അതൊരു പ്രശ്നമുള്ളൂ. പിന്നെ 1ാം സമ്മാനമൊക്കെ അടിച്ചാൽ എമൗണ്ട് കാണും. അതെന്താ നമുക്ക് നോക്കാം. അപ്പം 179 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തു. 3-ാം തീയതി
നാളെ വൈകുന്നേരത്തിനകം സബ്സ്ക്രൈബ് ചെയ്തവരെ മാത്രമേ നമ്മൾ 4-ാം തീയതി കണക്ക് കൊടുത്തുള്ളൂ. അല്ലെ 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പിന്നെ അത് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ 3-ാം തീയതി കൊണ്ട് സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തു. ഓണം ബമ്പറിൻ്റെ അത് നമ്മൾ നോക്കുന്നത് 3-ാം തീയതി വരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെയാണ്. 179 രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്ക് നമ്മൾ അതിൻ്റെ നമുക്ക് എത്രയാണോ സമ്മാനം, ഈ 79 മൊത്തം 100 എടുക്കാൻ ഉദ്ദേശിച്ചത് എത്രയാണോ സമ്മാനം വരുന്നത് അതിൻ്റെ 2% നമ്മൾ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും കൂടെ കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പ്രാക്ടിക്കലി നടക്കാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ 10 പേർക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ ആയിട്ട് സെലക്ട് ചെയ്ത് കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്ത് സമ്മാനം നൽകുന്നതാണ്. നമ്മൾ ഡെയിലി അപ്പം ഓണം മെമ്പർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റന്നാളത്തെ ടിക്കറ്റ് ഒഴിവാക്കിയിട്ട് അത് ഓണം മെമ്പറിലേക്ക് ആക്കുന്നുണ്ട്. അല്ല ഈ 100 ടിക്കറ്റ് തന്നെ സ്കാൻ ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് മറ്റേ ടിക്കറ്റ് കൂടെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ഡിലേ വരും. അതുകൊണ്ട് അത് നമ്മൾ പെൻഡിങ് ഇട്ടിട്ട് നമ്മൾ ഓണം മെമ്പറിൻ്റെ റിസൾട്ട് മാത്രമാണ് ശനിയാഴ്ച വൈകിട്ട് വിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ശനിയാഴ്ചത്തെ സബ്സ്ക്രിപ്ഷൻ ശനിയാഴ്ച ഓണം മെമ്പർ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നാളെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലോസ് ചെയ്യുക. പിന്നെ വരുന്ന സബ്സ്ക്രിപ്ഷൻ അല്ല, നമുക്ക് ഡെയിലി ടിക്കറ്റ് സബ്സ്ക്രിപ്ഷനും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കണ്ടിന്യൂ നമ്മൾ ചെയ്തു പോകും. അത് അടിക്കുന്ന ടിക്കറ്റ് ഇപ്പോൾ 2 നമ്പറിൻ്റെ സമ്മാനം അടിച്ചാൽ ആ 2 നമ്പറിനും നമ്മൾ കൊടുക്കും. 2 നമ്പറിൻ്റെയും ഓരോ നമ്പർ അത് പ്രൊഡിക്റ്റ് ചെയ്ത ഓരോ ആൾക്കാർക്ക് നമ്മൾ എങ്ങനെയായാലും കൊടുക്കും. അപ്പം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ നല്ലപോലെ പ്രൊഡിക്റ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും നാളത്തെ റിസൾട്ട് വന്നതിന് ശേഷം കാണാം. അപ്പം നിങ്ങൾ ഈ ഓണം മെമ്പറിൻ്റെ സമ്മാനം എങ്ങനെ തരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വേണം. സമ്മാനം അടിക്കുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല, അടിച്ചാൽ എങ്ങനെ തരണം എന്നുള്ളതിനകത്ത് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ സൈഡിൽ നിന്നോട്ട് എനിക്ക് തരണം. അപ്പോൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നാൽ മതി. ഉള്ളത് എല്ലാവർക്കും കൂടെ വായിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. സൂപ്പർ മണി ആയിട്ട് അങ്ങനെ തരാനും പറ്റത്തില്ല, എല്ലാവർക്കും അങ്ങനെ അയക്കാനും പറ്റത്തില്ല. ഗൂഗിൾ പേ ചെയ്ത് തരിക എന്ന് പറയുന്നതും ഈ 100 പേരോളമൊക്കെ വരുമ്പോൾ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമുക്ക് 10 പേർക്ക് എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 10 പേർക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. നല്ല എമൗണ്ട് വരുവാണെങ്കിൽ നമുക്ക് 10 പേർക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരാളോ വല്ല സെലക്ട് ചെയ്തിട്ട് ആ ഒരാൾക്ക് കമൻറ്റ് ബുക്കർ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് സമ്മാനത്തുക അയച്ചു കൊടുക്കാം. എന്തുമായാലും നല്ലൊരു സമ്മാനം നമുക്ക് അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോ. ഇനിയിപ്പം നാളെ വീഡിയോ ചെയ്യണമെന്ന് ഇതിൻ്റെ റിസൾട്ട് മാത്രമേ നാളെ ഉണ്ടാവും. പിന്നെ ഓണം ബമ്പറിൻ്റെ ടിക്കറ്റുകൾ എല്ലാ നമ്പറുകളും നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ നമ്പരും നിങ്ങൾ ഒന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അത് പ്രൊഡിക്റ്റ് ചെയ്യണമെന്നില്ല, എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇതിൻ്റെ ഒരു വീതം എത്തിക്കുന്നതാണ്. അപ്പം പ്രൊഡിക്റ്റ് ചെയ്യേണ്ട, എല്ലാ നമ്പരും ഒന്ന് നോക്കിക്കോ. എനിക്ക് മുമ്പ് റിസൾട്ട് നോക്കാൻ പറ്റുന്നവരൊക്കെ നോക്കി അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബമ്പറിൻ്റെ നല്ല റിസൾട്ടിന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടുമായിട്ട് നാളെ വൈകിട്ട് വരാം. ഓക്കെ, ബൈ.